ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും പറയുന്നില്ല ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ ചുമ്മാ കളയാക്കി പറയും, പണ്ടത്തെ പത്ത് തന്നെ ഡിപ്രഷൻ പുതിയ പേര്. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, പണിയൊന്നുമില്ലാത്തോണ്ടാ. നോക്കൂ, ഈ ഒരു സ്ത്രീ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ മൂഡ് സ്വിങ്സിനെ, ഈ ഡിപ്രഷനെ ഇവർ കരുതിയിട്ടുള്ളത്. ഇവർ പറയുന്നത് ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, സയന്റിഫിക്കലി അല്ലെങ്കിൽ ഇത്തരം ഡോക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പണി ഇല്ലാത്തത് കൊണ്ടല്ല മൂഡ് സ്വിങ്സ് വരുന്നത്, ഒരു പണി ഇല്ലാത്തത് കൊണ്ടല്ല ഡിപ്രഷൻ വരുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വലിയ നടനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുശാന്ത് സിംഗ് രജപുത്ത് എന്നാണ്. ആ ചെങ്ങാതി ആത്മഹത്യന് എന്ത് കാരണം? ഡിപ്രഷൻ ആയിരുന്നു. അതിനെന്താ കാരണം? ഒരു പണിയില്ലാത്തതുകൊണ്ടാണോ? അല്ലെന്നേ. അദ്ദേഹത്തിന് എത്ര സിനിമകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്രത്തോളം പണം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്രത്തോളം ഫേമസ് ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്ന പോലെ അയാളൊപ്പം ചേർന്ന് നിന്ന് സെൽഫി എടുക്കാൻ ആളുകൾ വരുന്നില്ലേ? അയാളെ അംഗീകരിക്കുന്ന, അയാൾ ആരാധിക്കുന്ന ഫാൻസ് ഉണ്ടായിരുന്നില്ലേ? അയാൾക്ക് പണത്തിന് വില പഞ്ഞും ഉണ്ടായിരുന്നു, താമസിക്കാൻ നല്ല വീടുണ്ടായിരുന്നില്ലേ, ഏത് ഭക്ഷണവും ആഗ്രഹിച്ച് കിട്ടുമായിരുന്നില്ലേ? എന്നിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പണിയില്ലാത്തതുകൊണ്ടല്ല, പണിയുണ്ട്. ഇത് വേറൊരു സംഭവമാണ്, ഒന്ന് മനസ്സിലാക്കുക. അത് പണിയുടെയുമായി മറ്റും ബന്ധപ്പെട്ട് കിടക്കുന്നല്ല. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഈ കക്ക എന്നുള്ള ചിരി കൊണ്ട് മാത്രം ഇത്തരം അവസ്ഥയിൽ പോകുന്ന പല ആളുകൾക്കും ചികിത്സ നേടാൻ ഭയമാണ്. ഇതിനൊക്കെ വേണ്ടത് കൃത്യമായിട്ടുള്ള മെഡിക്കേഷനാണ്, വൃത്തിയായിട്ടുള്ള മരുന്ന് കഴിക്കലുകളാണ്. അതുകൊണ്ട് മാത്രം അത്തരം മൂഡ് സ്വിങ്സിൽ നിന്നും അത്തരം ഡിപ്രഷനിൽ നിന്നൊക്കെ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പലപ്പോഴും ഈ ഡിപ്രഷൻ ആളുകളെ ആത്മഹത്യയിലേക്ക് പോലും തള്ളിക്കളയും. പക്ഷെ നിങ്ങൾ അതിനെ പഴയ വട്ടാണെന്നും പഴയ ഭ്രാന്താണെന്നും നിങ്ങൾ പറഞ്ഞു കളഞ്ഞു. നിങ്ങളെപ്പോലെ ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഗമനമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് ഒരു വലിയ തടസ്സമായി നിൽക്കുന്നത്. മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ബൈ.